ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമ കീർത്തനം. പ്രാണശക്തിയെയും 6 ആധാരചക്രങ്ങളെയും കുറിച്ച് പച്ചക്കിളി പവിഴ പാൽവർണ്ണമൊത്ത എന്ന് തുടങ്ങുന്ന 9ാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചിട്ടുണ്ട്. പ്രാണശക്തിയെ 6 ചക്രങ്ങളിൽ കൂടി കടത്തിവിടുന്നതിൽ നേരിടുന്ന പ്രയാസങ്ങളെല്ലാം തീർത്തു തരണേ എന്നാണ് 42ാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഡംബാദി ദോഷം ഉടനെട്ടും കളഞ്ഞ് ഹൃദി മുമ്പേ നിജാസനം ഉറച്ച് ഏകനാഡിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരി നാരായണായ നമ. ഡംബാദിദോഷം, മതമാത്സര്യങ്ങൾ തുടങ്ങിയ 8 ദോഷങ്ങളെയാണ് ഇവിടെ ഡംബാദിദോഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. മതം, മാത്സര്യം, കാമം, ക്രോധം, ലോഭം, മോഹം, രാഗം, ദ്വേഷം ഇവയാണ് അഷ്ടദോഷങ്ങൾ എന്ന് പറയുന്നത്. നിജാസനമുറച്ച്, തനിക്ക് ഉചിതമായ ഒരു യോഗാസനം ഉറപ്പിച്ച് ഏകനാഡിയുടെ കമ്പം കളഞ്ഞ്, ഏകനാഡി എന്ന് പറയുന്നത് സുഷുമ്നാ നാഡി, സുഷുമ്നാ നാഡിയെ നിയന്ത്രണത്തിൽ വരുത്തി നിലയാറും കടന്ന് 6 ആധാരചക്രങ്ങളും കടന്നു പോകുന്നതിലുള്ള തുമ്പങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ തീർത്തു തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് ഡംബം തുടങ്ങിയ 8 ദോഷങ്ങളും നീക്കം ചെയ്ത് ആദ്യമായി ഉചിതമായ ഒരു യോഗാസനം സ്വീകരിച്ച് പ്രാണായാമം മുഖേന കുണ്ടലിനി പ്രാണശക്തിയെ ഉണർത്തി സുഷുമ്നാ നാഡിയിൽ പ്രവേശിപ്പിച്ച് 6 ആധാരചക്രങ്ങളും കടത്തിവിടുന്നതിൽ നേരിടുന്ന പ്രയാസങ്ങളെല്ലാം തീർക്കണമേ എന്നാണ് പ്രാർത്ഥന. ജീവനെ സംസാരബന്ധത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈശ്വരനിൽ ലയിപ്പിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. യോഗ സാധനയിലൂടെ പ്രാണശക്തിയെ സഹസ്രാരപത്മത്തിലേക്ക് ഉയർത്തുന്നതിനെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ചിത്തത്തിന്റെ വൃത്തികളെ നിരോധിക്കുന്നതാണ് യോഗം. ജ്ഞാനം, ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം എന്നീ 5 ഘടകങ്ങൾ ചേർന്നതാണ് ചിത്തം എന്ന് പറയുന്നത്. ഇതിനെ സാമാന്യമായി അന്ധകരണം എന്ന് പറയുന്നു. ഈ അന്ധകരണ വൃത്തികളെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് പൂർണ്ണമായും വൈരാഗ്യം നേടിക്കഴിഞ്ഞ് ഈശ്വരോന്മുഖമായി പരിവർത്തിപ്പിക്കലാണ് യോഗമെന്ന് ചുരുക്കി പറയാം. എല്ലാ യോഗ സാധനകളുടെയും മുന്നോടിയായി നടക്കേണ്ടത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധീകരണമാണ്. അഷ്ടരാഗങ്ങൾ എന്ന് പറയുന്ന മതമാത്സര്യാദികളെ ഹൃദയത്തിൽ നിന്ന് ആദ്യമേ തന്നെ നീക്കിക്കളയണം. ഹൃദയശുദ്ധിയില്ലാതെ ചെയ്യുന്ന ഈശ്വരോപാസനകളൊന്നും ഫലം ചെയ്യില്ല. പ്രാണശക്തി പരമപദം പ്രാപിക്കണമെങ്കിൽ ഈശ്വര അനുഗ്രഹം തന്നെ വേണം. യോഗ സാധനയിലൂടെ പ്രാണശക്തിയെ ഉണർത്തി സുഷുമ്നാ നാഡിയിൽ പ്രവേശിപ്പിച്ച് 6 ആധാരചക്രങ്ങളും കടത്തിവിടുന്നതിൽ നേരിടുന്ന പ്രയാസങ്ങളെല്ലാം തീർക്കണമേ ഭഗവാനെ. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഡംബാദിദോഷമുടനെട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിജാസനമുറച്ചേകനാഡിയുടെ കമ്പം കളഞ്ഞു നിലയാറും കടപ്പതിനു തുമ്പങ്ങൾ തീർക്ക ഹരിനാരായണായ നമ.